LSTയുടെ തേർഡ് മൊഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് കോഡ് കൺവേർട്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 4 കോഡ് കൺവേർട്ടേഴ്സാണ് പഠിക്കാനുള്ളത്. അതിലത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് ബൈനറി ടു BCD കൺവേർട്ടറാണ്. അപ്പോൾ എന്താണ് ബൈനറി ടു BCD കൺവേർട്ടർ? നമുക്ക് ബൈനറി എന്താണെന്ന് അറിയാം. അപ്പോൾ ഇപ്പോൾ 0ൻ്റെ ബൈനറി 4 ബിറ്റ് ബൈനറി എന്താ 0000 ആണ് അല്ലേ. അപ്പോൾ ഈ 0 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഇവിടെ ഒരു 0 ഇട്ടാലും ഈ 0ക്ക് അതായത് 0 എന്ന് തന്നെയല്ല വായിക്കാം. അപ്പോൾ നമ്മൾ ഈ 0ൻ്റെ ഇത് നമ്മൾ BCDക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇത് ബൈനറി നമ്പറാണ്, ഇതിനെ BCDയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരിക, ഈ 0 ഫസ്റ്റത്തെ അങ്ങനെ എടുത്ത് എഴുതുക, പിന്നെ 4 ബിറ്റ് ഈ 0ൻ്റെ 4 ബിറ്റ് ബൈനറി എഴുതുക. ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 04 എന്ന് വന്നു കഴിഞ്ഞാൽ 0000, 4ൻ്റെ 0100 ഇങ്ങനെ വരുന്നുണ്ടോ. ഇവിടെ നമ്മൾ ജസ്റ്റ് 5 ബിറ്റ് യൂസ് ചെയ്യണതുകൊണ്ട് ഈ ആദ്യത്തെ 3 നമ്പർ 0 നമ്മൾ ഒഴിവാക്കും. ഫസ്റ്റ് 0 അവിടെ നിർത്തിയിട്ട് പിന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ ടേബിൾ ഫസ്റ്റ് നോക്കാം എങ്ങനെയാണ്. ടേബിൾ നമുക്ക് ഇത് 0 മുതൽ 15 വരെ ഉണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ D4, D3, D2, D1, D0 ഇതാണ് BCDയുടെ ഇതെന്ന് പറയുന്നത് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ D4നും ഈ 5 വാല്യൂസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, K-മാപ്പ് കണ്ടുപിടിക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രൂത്ത് ടേബിൾ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോന്നിനും K-മാപ്പ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ D4ന് K-മാപ്പ് കണ്ടുപിടിക്കുമ്പോൾ എവിടെയൊക്കെയോ 1 ഉള്ളത് നോക്കാം. ആ 1 ഉള്ളതൊക്കെ ആദ്യം നമ്മൾ എടുത്തെഴുതാം. ഓക്കെ, മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തുക. ആദ്യം ഏറ്റവും വലുത് ആദ്യം ഗ്രൂപ്പ് ചെയ്യുക, പിന്നെ ചെറുതൊക്കെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ വലുത് വരുന്നത് 4 എണ്ണമാണ്. അപ്പോൾ 4 എണ്ണം കൂടെ വരുന്നത് ഇവിടെ ഒന്ന് വരുന്നുണ്ട്, പിന്നെ ഇവിടെയും വരുന്നുണ്ട്. ഈ സ്ക്വയറായിട്ട് ഷേപ്പ് വരുന്നുണ്ട്, ഈ വലിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ D4 എന്ന് പറയുമ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് B3, B2 ഉള്ളത് 1, 1 ആയതുകൊണ്ട് B3, B2 എന്ന് എഴുതി. മുകളിലേക്ക് നമുക്കൊന്നും നോക്കാൻ പറ്റില്ല, അപ്പോൾ B3, B2 എന്ന് എഴുതി. പിന്നെ ഈ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ B3 ഉണ്ട്, B3 ആണ് സെയിം, അതുകൊണ്ട് B3 എടുത്ത് എഴുതി. മുകളിലേക്ക് നോക്കുമ്പോൾ B1 ആണ് സെയിം, അതുകൊണ്ട് B1 എഴുതി. അപ്പോൾ ആൻസർ നമുക്ക് B3, B1 + B3, B2 എന്ന് കിട്ടും. ഇനി D3, D2, D1, D0 എല്ലാതും അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ D3 നമുക്ക് B3 × B2 - B1 എന്ന് കിട്ടും. D2 നമുക്ക് B3 - B2 + B2 B1 എന്ന് കിട്ടും. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നത് മനസ്സിലായെന്ന് വെച്ചാൽ, ഇപ്പോൾ D3 ആണ് നമ്മൾ നോക്കണമെങ്കിൽ D3യിൽ എവിടെയൊക്കെയാണ് 1 വരുന്നത് നോക്കാം. ഇവിടെ ആകെ 2 സ്ഥലങ്ങളിൽ മാത്രമേ 1 വരുന്നുള്ളൂ. അപ്പോൾ 2 1 നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിക്കുക, അപ്പോൾ ഇവിടെയാണ് 1 1, ഈ ഒരു സ്ക്വയറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ B3 ഉണ്ട്, B2 ഉണ്ട്, ഡാഷ് വരാൻ കാരണം 0 ഉള്ളതുകൊണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ B1 ആണ് സെയിം ആയിട്ട്, രണ്ട് സൈഡിലും 0 വരുന്നത് B1ലാണ്. അപ്പോൾ നമുക്ക് B1 എന്ന് കിട്ടും. അങ്ങനെയാണ് B3, B2 - B1 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത D2ൽ നമുക്ക് 1 ഉള്ളത് എവിടേക്കാണ് നോക്കാം. നമുക്ക് 1 2 3 4 5 6 സ്ഥലങ്ങളിൽ നമുക്ക് 1 ഉണ്ട്. അപ്പോൾ ആ 6 സ്ഥലങ്ങളിലെ 1 നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു. എന്നിട്ട് ആദ്യം വലിയ ഗ്രൂപ്പ് വരുന്നത് ആദ്യം എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ പോയി. അപ്പോൾ 8 1 അടുപ്പിച്ച് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അത് ഫുള്ള് എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ D2 നമുക്ക് എങ്ങനെ കിട്ടും, ഈ ഒരു ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് നമുക്ക് B3 - B2 എന്നുണ്ട്. മുകളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല. ഈ സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് നമുക്ക് B2 ആണ് സെയിം, മുകളിലേക്ക് നോക്കുമ്പോൾ B1 ആണ് സെയിം. അതുകൊണ്ടാണ് B3 - B2 + B2 B1 എന്ന് വന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ B3 - B1 + B3 B2 B1 എന്ന് വരും. ഇവിടെ ഈ 8 എണ്ണം ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒറ്റ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് കിട്ടും, B0 എന്ന് കിട്ടും. കാരണം ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരുപോലെ ഒന്നും പറയാൻ പറ്റില്ല. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2 1 സെയിം ആയിട്ട് വരുന്നത് B0ക്കാണ്. അതുകൊണ്ടാണ് D0 എന്ന് പറയുന്നത് B0 ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ K-മാപ്പ് വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോന്നിൻ്റെ റിസൾട്ട് അനുസരിച്ച് D4, D3, D2, D1, D0 റിസൾട്ട് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫിഗർ നമ്മൾ വരയ്ക്കണം. ഫിഗർ വരയ്ക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്, B3, B2, B1, B0 അതാദ്യം വരച്ച് വയ്ക്കുക.
അതിൻ്റെ നോട്ടായിട്ടുള്ള B3 B2 B1 വരച്ച് വയ്ക്കുക. B0 നമുക്ക് വരുന്നില്ലാത്തതുകൊണ്ട് നമ്മളിത് വരച്ചില്ല. ബാക്കി 3 എണ്ണത്തിൻ്റെയും നോട്ട് നമ്മൾ വരച്ച് വെച്ചു. എന്നിട്ട് ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ വരുന്നത്, B0 എന്ന് പറയുന്നത് D0 ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എഴുതിയിട്ട് D0 എന്ന് കൊടുത്തു. ബാക്കി നമുക്ക് ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് ഭയങ്കര സിമ്പിളാണ് സംഭവമാണ്. ഇനി അടുത്ത ഒരു കൺവേർട്ടർ എന്ന് പറയുന്നത് BCD to XS3. BCD to XS3 എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ ഒരു BCD കോഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 3 ജസ്റ്റ് ആഡ് ചെയ്യാം. 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, XS3യുടെ ബൈനറി കോഡ് നമുക്ക് കിട്ടും. ഇപ്പോൾ 000 ആണെങ്കിൽ അതിൻ്റെ XS3 കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0011 കിട്ടും. കാരണം വെച്ചാൽ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്ത് നമ്പർ വന്നു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ജസ്റ്റ് 3യുടെ ബൈനറി ബിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, XS3 കിട്ടും. ഓക്കെ, അതുപോലെ നമ്മൾ 0 to 9 വരെ എഴുതി, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതി, എന്നിട്ട് അതിന് ക്യാമാപ്പ് കണ്ടുപിടിച്ചു. ക്യാമാപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ 10 മുതൽ ഇവിടെ 0 to 9 വരെ നമുക്ക് വാല്യൂസ് കിട്ടും. 10 മുതൽ 15 വരെ നമുക്ക് എന്ത് കിട്ടില്ല, വാല്യൂസ് കിട്ടില്ല. കാരണം വെച്ചാൽ അത് അങ്ങനെയുള്ള വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ഡോൺ കെയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 10 to 15 വരെയുള്ള നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 10 to 15 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിളിൽ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അത്തരം വരുന്ന വാല്യൂസ് നമ്മൾ ഡോൺ കെയർ വാല്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു, എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇവിടെ 6 സ്ഥലങ്ങളിൽ ഡോൺ കെയർ വരുന്നുണ്ട്. ആ 6 സ്ഥലങ്ങളിൽ നമ്മൾ ക്യാമാപ്പ് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ആ ഡോൺ കെയർ കണ്ടുപിടിച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം ഇപ്പോൾ E3യുടെ കണ്ടുപിടിക്കണമെങ്കിൽ E3യുടെ 1 എവിടെയൊക്കെ ഉള്ളത് അവിടെ ആദ്യം നമ്മൾ ഡോൺ കെയർ ഇടണം. അതിന് ശേഷമാണ് 1ൻ്റെ കേസ് വരണമല്ലോ. ഓക്കെ, അപ്പോൾ അതുപോലെ നേരത്തെ കണ്ടുപിടിച്ച പോലെ ക്യാമാപ്പ് നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ കണ്ടുപിടിക്കുക, ഇതിപ്പോൾ ഏറ്റവും വലുത്. പിന്നെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ 1ഉം അതുപോലെ തന്നെ ഡോൺ കെയർ നമുക്ക് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 2 സ്ഥലങ്ങളിൽ 1 ഉണ്ട്, ഇത്രയും ഭാഗം നമുക്ക് ഡോൺ കെയർ ആണ്. അപ്പോൾ നമുക്കിത് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ഗ്രൂപ്പാക്കി എടുക്കാൻ പറ്റും, ഇതൊരു ഗ്രൂപ്പാക്കി എടുക്കാൻ പറ്റും. പിന്നെ നോക്കുന്നത് 8 കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് ഏറ്റവും ചെറുതായിട്ടുള്ള അടുത്ത ചെറുതെന്ന് പറയുന്നത് 4 1 അടുപ്പിച്ച് വരുന്നതാണ്. അപ്പോൾ 4 1 അല്ല അവിടെ വരുന്നത്, 2 1ഉം 2 ഡോൺ കെയർ ആണ്. അങ്ങനത്തെ 2 ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിച്ച് ചെയ്താൽ ഓരോന്നിൻ്റെയും E3 E2 E1 E0 നമ്മൾ കണ്ടുപിടിച്ച് ചെയ്താൽ, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം, ഇപ്പോൾ E1ൻ്റെയും E0 കണ്ടുപിടിച്ചു. അതിനുശേഷം നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിഗർ വരയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 4 സ്റ്റെപ്പാണുള്ളത്. ഇൻപുട്ട് ആദ്യം, ഔട്ട്പുട്ട് ആദ്യം കണ്ടുപിടിക്കുക, ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കുക, ക്യാമാപ്പ് കണ്ടുപിടിക്കുക. ആ ക്യാമാപ്പ് കണ്ടുപിടിച്ചതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ ആ ക്യാമാപ്പ് കണ്ടുപിടിച്ചതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ഫിഗർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ E0 എന്ന് പറയുന്നത് D0 ആയിട്ട് ഈക്വലൻ്റ് ആണ്. അപ്പോൾ D0 എന്നാണ് E0 ഡാഷ് ആണ് കേട്ടോ അവിടെ. E0 എന്ന് പറയുന്നത് D0 ഡാഷ് ആണ്. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മൾ D0 ഡാഷ് എന്ന് വരച്ചു. അപ്പോൾ നമുക്ക് E0 ഡാഷ് കിട്ടി ഔട്ട്പുട്ടായിട്ട്. ഇനി E1 നോക്കുകയാണെങ്കിൽ D1 ഡാഷ് D0 ഡാഷ് പ്ലസ് D1 D0 എന്ന് കിട്ടും. അപ്പോൾ D1 ഡാഷ് നമ്മൾ ഒരെണ്ണെടുത്തു, D0 ഡാഷ് ഒന്നെടുത്തു, അത് നമ്മൾ അങ്ങനെ വെച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, ഇനി നമുക്ക് D1 D0. അപ്പോൾ D1 പിന്നെ ഇവിടുന്ന് D0 എടുത്തു, അത് ആൻഡ് ചെയ്തു, ഇതും ആൻഡ് ചെയ്തു. ഇത് ആൻഡ് ചെയ്ത രണ്ടും തമ്മിൽ എന്ത് ചെയ്തു, ഓർ ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത് പറയുന്നത്, E1 എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നും ഇവിടെ ഇപ്പം 3 ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്, അതല്ലേ, അങ്ങനെയല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 3 ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയും 3 ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫിഗർ വരയ്ക്കുക, ഓർ ഗേറ്റ് യൂസ് ചെയ്യുക, എന്നിട്ട് ഔട്ട്പുട്ട് എഴുതാം. അങ്ങനെയാണ് ഈ കോഡ് കൺവേർട്ടേഴ്സ് പഠിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്, ഒന്ന് BCD to XS3, ബൈനറി ടു BCD. അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച 2 കോഡ് കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.